ഫൈനലി കേസ് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ജീവകളും കാലങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ജീവകളും കാലങ്ങളൊക്കെ എടുക്കാൻ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ആ സമയത്ത് കുറേ കുട്ടികളൊന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിച്ചൊരു കാര്യമാണ്, നമുക്ക് ഈ ഒരു ഡാൻസിങ് ഗെയിം കാണുന്നത് എടുക്കാൻ പറ്റുന്നില്ല, ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. പിന്നെ നമ്മളെ ഗെയിമിലോട്ട് മോഡിഫൈഡ് കൺസ്ട്രക്ഷൻ ഏരിയകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡിഫൈഡ് കൺസ്ട്രക്ഷൻ ഏരിയകളൊക്കെ എവിടെയായിട്ടാണ് വരുന്നത്, നിങ്ങൾക്ക് എങ്ങനെ എടുക്കാനൊക്കെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗൈസ് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ തുടർന്ന് ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്ക് കേസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കുറേ കൂട്ടർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ ഏരിയകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന്. അപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ ഏരിയ എടുക്കണമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോ നിങ്ങൾ ഇന്ത്യൻ ബൈക്ക് 3D അല്ലെങ്കിൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ജീവകം എടുക്കാമെന്ന് പറഞ്ഞുതരാം. അതിന് മുന്നേറ്റ് നിങ്ങൾക്ക് എങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഏരിയകളൊക്കെ എടുക്കാമെന്ന് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് ജീവകനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ കൺസ്ട്രക്ഷൻ ഏരിയ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണം ഞാൻ. അപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ ഏരിയ നോക്കിക്കോളും, നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ വന്ന് ജസ്റ്റ് പേസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുക. എന്നിട്ട് ഫയൽ ലോഡിങ് കാണിച്ചിട്ട് 5 മിനിറ്റ് ടൈമർ ഉള്ളൂ, അതൊരു വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ പ്ലീസ് വെയിറ്റ് കാണിച്ചിട്ട് ഫയൽ ലോഡിങ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഫയൽ ലോഡിങ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് 5 മിനിറ്റ് ടൈമർ പോവുകയാണ്. അപ്പോൾ 5 മിനിറ്റ് ടൈമർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ബാക്ക് അടിച്ച് ഒന്നുകൂടെ നമ്മളെ ഗെയിമിനകത്തോട്ട് കയറാം. ഗെയിമിനകത്തോട്ട് കയറി മൊബൈൽ ഡേറ്റ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് തരാം. ഞാൻ നേരത്തെ ഓഫ് ചെയ്യാൻ മറന്നുപോയി. നേരെ ഓഫ് ചെയ്തിട്ട് നേരെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയ പോലെ തന്നെ നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ ഒരു ഫോൺ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വണ്ടികളൊക്കെ വിളിക്കാൻ. ഞാൻ ഇപ്പോൾ നമ്മളൊരു വണ്ടി വിളിക്കാനായിട്ട് പോയി. നമ്മൾ 400 അടിച്ച് പുതിയതായിട്ട് നമ്മളെ ഗെയിമിലോട്ട് വന്നൊരു വണ്ടിയാണത്. അപ്പോൾ അതുങ്ങളൊക്കെ വിളിച്ചിട്ട് ഞാൻ ഈ പോണ ലൊക്കേഷൻ അങ്ങോട്ട് തന്നെ നിങ്ങളും പോവുക. നിങ്ങൾക്കെങ്കിലും ആ ഒരു കൺസ്ട്രക്ഷൻ ഏരിയ കിട്ടത്തുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് ഇവിടെ ഒരു ബ്രിഡ്ജിങ്ങളൊക്കെ വന്നെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണാമല്ല. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് കിടന്ന് അങ്ങ് ചെല്ലുമ്പോഴേക്കും നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയ നമ്മളെ ഗെയിമിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫയൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ടിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കൺസ്ട്രക്ഷൻ ഏരിയ എത്തിയിട്ടുണ്ട്. നമ്മൾ പഴയ കൺസ്ട്രക്ഷൻ ഏരിയ തന്നെയാണ് കേസ്, അത് ചെറിയ മോഡിഫൈഡ് ഇറക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചെറിയൊരു നമ്മൾ കാർസൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം പോലെ കാണുന്നുണ്ട്, നമ്മുടെ ഷെഡ് പോലത്തെ ഒരു ഐറ്റം. അവിടെ നമുക്ക് എല്ലായിടത്തും വണ്ടികളൊക്കെ നല്ല രീതിയിൽ തന്നെ കയറ്റി വെക്കാനും കാണാനൊക്കെ സാധിക്കും. അത്യാവശ്യം കളർഫുള്ളാണ് കേസ്. ഈ ഒരു കൺസ്ട്രക്ഷൻ ഏരിയ നല്ല രീതിയിൽ തന്നെ കളർഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കേസ് ഇവിടെ ഒരു കണ്ടെയ്നർ, നമുക്ക് ഈ ഒരു നമ്മളെ ഈ ഒരു കൺസ്ട്രക്ഷൻ ഏരിയ അടിയിലോട്ട് പോകാനുള്ള ഡോറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ ഇവിടെ വന്ന് നിൽക്കണം. ഞാൻ ഈ വന്ന ലൊക്കേഷനിൽ വന്ന് നിന്ന് ഡയറക്റ്റ് നമ്മൾ ഈ ഒരു ഭൂമിയുടെ അടിയിലോട്ട് പഴയ നമ്മളെ കൺസ്ട്രക്ഷൻ ഏരിയ താഴ്ഭാഗത്ത് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ കുറേ നല്ല നല്ല വഴികളും കാണാനൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴി ഇവിടെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പോകുന്ന വഴി കൂടെ പോയാലും നിങ്ങൾക്ക് നമ്മൾ ഡയറക്റ്റ് നമ്മളെ വെളിയിലും കാണാനൊക്കെ ഇറങ്ങാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ വെളിയിലോട്ട് കാണാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഇതാണ് നമ്മളെ കൺസ്ട്രക്ഷൻ ഏരിയ. അപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ഫയൽ കൊടുത്തു. ആ ഫയലല്ല ഞാൻ കൊടുത്തിട്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോ ആണ് ഞാൻ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു യൂട്യൂബ് വീഡിയോ കണ്ട് മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ യൂട്യൂബ് വീഡിയോ എന്ന് ജസ്റ്റ് എടുത്ത് നോക്കാം. അപ്പോൾ ഇത് ഞാനല്ല ഈ ഒരു മാപ്പ് ഇങ്ങനത്തെ മോഡൊന്നും ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ലിങ്ക് എനിക്ക് ഡയറക്റ്റ് ഇടാൻ പറ്റാത്തത്. അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് നമ്മൾ ആ ഒരു യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടാണ്, നേരെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഫയൽ കിട്ടുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു ജീവകൻ ഈ ഒരു ജീവകൻ വരുന്നതിൻ്റെ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചിട്ട്. അപ്പോൾ ഇത് നമ്മളെ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റുകളിലൊക്കെ ഇട്ട നിങ്ങളൊരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മളെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങളൊക്കെ ഇട്ട ഒരു ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ജീവകനായിരിക്കും നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതെന്നാണ് നമ്മുടെ ഡെവലപ്പർ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മളടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി പറഞ്ഞപ്പോൾ പോലെ തന്നെ നമ്മുടെ ഡെവലപ്പർ കൺഫേം ആയിട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലത്തെ ഒരു ജീവകങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ജീവകങ്ങൾ ഓട്ടിച്ച് നോക്കണമെങ്കിൽ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് GTA എന്ന് പറഞ്ഞ ഒരു ഗെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ആ ഒരു ജീവകങ്ങളൊക്കെ ഓട്ടിച്ച് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ 2023 നമ്മളെ ജീവകൻ്റെ ചീറ്റ് കോഡ് കൊടുത്തിട്ട്. അപ്പോൾ ഇതിൽ തന്നെ കുറേ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റ് ചീറ്റ് കോഡൊക്കെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നമ്മളെ ഗെയിമിലെ ട്രാക്ടറുകളൊക്കെ കൊണ്ട് ഒരു DJ ട്രാക്ടറുണ്ട്. ബാക്കിൽ നമ്മളെ സബൂഫറുകളൊക്കെ വെച്ചിട്ട് DJ ട്രാക്ടറാണ്. പിന്നെ 22.0 എന്ന് വെച്ചാൽ നോർമൽ DJ ചെറിയൊരു സ്പീക്കർ വെച്ചിട്ടുള്ള ട്രാക്ടർ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ പുതിയതായിട്ട് നമ്മൾ അപ്ഡേറ്റ് വന്നൊരു ചീറ്റ് കോഡാണ്. പിന്നെ കുറച്ചധികം ചീറ്റ് കോഡ്സ് വന്നിട്ടുണ്ട്. പിന്നെ 62.04 അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വലിയൊരു പ്ലെയിന് പോലത്തെ ഒരു സാധനം കിട്ടും. ഒരു പേരറിയാവുന്നൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ 45.08 നിങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ജിറാഫ്, 45.06 നിങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒട്ടകം, അങ്ങനത്തെ കുറേ ആനിമൽസും ഈ ഒരു ഗെയിമിൽ തന്നെ ഉണ്ട്. ഓക്കെ,
അപ്പോൾ പിന്നെ നമ്മളെ ഗെയിമിൽ 45-03 അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ സീബ്ര വരും ഗൈസ്. കുറേ ഗെയിം ചീറ്റ് കോഡ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ ഈ ഒരു ഗെയിമിൽ നല്ല രീതിയിൽ തന്നെ ചീറ്റ് കോഡ്സ് അവർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ചീറ്റ് കോഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ആട്രോഷ്യം കളയുണ്ട്. അപ്പോൾ ആട്രോഷ്യം നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3D ഉണ്ട് ഗൈസ്. ഞാൻ എന്തായാലും ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. എന്തായാലും നമ്മളെ ഇന്ത്യൻ ബൈക്ക് 3D വേറെ ലെവൽ ഗെയിമാണ്. അപ്പോൾ ഇതിലിതാ എയർ ബലൂണുകളൊക്കെ ഉണ്ട്. നമുക്ക് ആകാശത്ത് പറന്നു പോലുള്ള ബലൂൺസും കാണാനൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ നിങ്ങൾ 62-00 അടിച്ച് നമ്മളെ ഫ്ലൈയിങ് ബൈക്കും കളൊക്കെ നമുക്ക് കിട്ടും. അപ്പം കുറേ അധികം വെഹിക്കിൾസ് നമ്മൾ ഈ ഒരു ഗെയിമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിം നിങ്ങൾ കളിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കളിച്ച് നോക്കാം. നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3Dയിൽ അത്ര ഗ്രാഫിക്സ് ഇല്ലെങ്കിലും ഒരു മീഡിയം ലെവൽ ഗ്രാഫിക്സുകളൊക്കെ ഈ ഒരു ഗെയിമിനുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ള ഈ ഒരു G-Wagon. ഇപ്പോൾ ഈ G-Wagon എന്താണെന്ന് വെച്ചാൽ 100% കൺഫേം ആണ് നമ്മൾ ഗെയിമിലോട്ട് വരുമെന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല നമ്മുടെ G-Wagonൻ്റെ മോഡൽ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ കാണിച്ചു തന്നു. നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഡയറക്റ്റ് തന്നെ നമുക്ക് ഈ ഒരു G-Wagonൻ്റെ മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതേപോലത്തെ ഒരു മോഡലായിരിക്കും നമ്മൾ ഒരു G-Wagon കാണുക നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് എന്നാണ് നമ്മൾ ഡെവലപ്പർമാരുടെ അടുത്ത് പറഞ്ഞത്. എന്തായാലും നിങ്ങൾ കാത്തിരിക്കുക, 100% കൺഫേം ആണ്. ഉടൻ തന്നെ നമ്മളെ ഗെയിമിലോട്ട് G-Wagon വരുന്നതായിരിക്കും. പിന്നെ കുറേ കൂടി നമ്മുടെ ചോദിച്ചിട്ട് കാരണം നമ്മൾ ഡാൻസിങ് കാലങ്ങളും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇത് ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞു തരുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുമ്പോഴത്തെ ഡാൻസിങ് കാലം നമ്മളെ ഗെയിമിലോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇതെടുക്കാനായിട്ട് നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന ആ ഒരു ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നേരെ നിങ്ങൾ മൊബൈലിലേക്ക് ഓൺ ചെയ്ത് നേരെ പ്ലഗിങ് ഓപ്ഷൻ വരെ ഗെയിമിലോട്ട് ഒന്ന് പ്ലഗിങ് ഓപ്ഷൻ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തത് ജസ്റ്റ് ഇവിടെ നമ്മൾ ആ കോപ്പി ചെയ്തത് വെച്ചേക്ക്. എന്നിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ലോഡിംഗ് എന്ന് കാണിക്കുക. എന്നിട്ട് ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് ഒന്ന് പ്ലേയും കളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ആ ഒരു ഗെയിമിനകത്തോട്ട് കളൊക്കെ എൻ്റർ ആവുന്നതാണ്. അപ്പോൾ ആ ഒരു ഗെയിമിനകത്ത് കളൊക്കെ എൻ്റർ ആയതിനു ശേഷം നിങ്ങൾ നേരെ ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് കളൊക്കെ ഇറങ്ങേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് ഞാൻ ഇവിടെ വെളിയിലോട്ട് കളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഫോൺ എടുക്കുക. ഫോൺ എടുത്ത് ഞാൻ അടിക്കുന്ന കോഡ് തന്നെ നിങ്ങൾ അടിക്കുക. 15 കളൊക്കെ അടിച്ച് ഡയൽ ചെയ്ത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാൻസിങ് കാലങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. 15 ഒരു ചീറ്റ് കോഡ് വന്നിട്ട് 15 കളൊക്കെ അടിച്ച് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡാൻസിങ് കേളങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അടിപൊളിയായിട്ട് വിളിക്കാൻ പറ്റിയ ചീറ്റ് കോഡ്സ് ആണ് ഗൈസ്. ഇതെന്തായാലും സൂപ്പറായിട്ട് എത്രത്തോളം നിങ്ങൾ വിളിക്കും അത്രത്തോളം കളേഴ്സ് മാറ്റി ഡ്രസ് കളർ മാറ്റിയായിരിക്കും നമ്മളെ ഗെയിമിലോട്ട് നമ്മുടെ ഡാൻസിങ് കാലങ്ങളൊക്കെ വരുന്നത് ഗൈസ്. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം നമുക്ക് നമ്മളിവിടെ മോഡ് ഓണെന്ന് നിങ്ങളൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, മോഡ് ഓണെന്ന് നിങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡാൻസിങ് കാലങ്ങളൊക്കെ നല്ല ഓരോ സ്ഥലത്തേക്ക് മാറ്റി നിർത്താൻ പറ്റും. ഇത് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്ന അടിപൊളി ഒരു ഫീച്ചറാണ്. എന്തായാലും നല്ല രസമായിട്ടുണ്ട്. നമുക്ക് ആകാശത്തേക്ക് ഇത് നിർത്തി ഡാൻസ് കളിപ്പിക്കാൻ പറ്റും. ഓരോ സ്ഥലത്തോട്ട് നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കുന്ന ഡാൻസിങ് ഗെയിമുകളൊക്കെ തന്നെയാണ് നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. എന്തായാലും അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഈ ഒരു ഡാൻസിങ് ഗെയിമുകളൊക്കെ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടാൻ താഴെ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ല. അടിപൊളിയാണ്. അപ്പോൾ എല്ലാ കൂട്ടരും കാത്തിരിക്കുക. നമ്മുടെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് നമ്മുടെ G-Wagon കാണൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടരും കാത്തിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോകളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴത്തെ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.